എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ മാസപ്പടി കേസ് പുതിയ ഒരു വഴിത്തിരിവിലേക്ക് നീളുകയാണ്. ഇന്ന് കാലത്താണ് കോഴിക്കോട് 8 സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തിയത്. ഈ എക്സാലോജി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് കരിമണൽ കർത്തായിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 2.78 കോടി രൂപ മാസപ്പടിയായി കൈപ്പറ്റി പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ പിണറായി വിജയനുള്ള കൈക്കൂലി എന്ന നിലയിൽ കരിമണൽ കർത്തായുടെ കമ്പനി പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കിക്കൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ മകളായ വീണക്ക് മാസം 8 ലക്ഷം രൂപ നൽകിക്കൊണ്ടിരുന്ന ആ ഒരു ഇടപാട്, അങ്ങനെ മൊത്തം 2.78 കോടി ഒരു നിശ്ചിത കാലയളവിൽ മാത്രം കിട്ടിയ തുകയാണ് കേട്ടോ. അതിനേക്കാൾ എത്രയോ ഇരട്ടി വീണക്ക് കിട്ടിയിട്ടുണ്ടാവാം എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഈ 2.78 കോടി രൂപ വീണ വിജയന്റെ കയ്യിൽ നിന്ന് അതെങ്ങോട്ട് പോയി? ഇതിന് കള്ളപ്പണ ഇടപാടുമായി ബന്ധമുണ്ടോ? 2.78 കോടി എങ്ങനെയെല്ലാം വിനിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ED പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ED ആദ്യം തന്നെ പിണറായി വിജയന്റെ വീട്ടിൽ, വീണ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ വീട്ടിൽ ഒരു റെയ്ഡൊക്കെ നടത്തി. റെയ്ഡ് നടത്തിയപ്പോഴാണ് അത് പ്രതിരോധിക്കാൻ വേണ്ടി കുറെ അന്തംകമ്മികൾ പോയി. ആ അന്തംകമ്മികൾ മുഴുവനല്ല, കുറച്ചു പേരൊക്കെ രക്ഷപ്പെട്ടു. ബാക്കി കുറെ എണ്ണം ഇപ്പോഴും ജയിലിനുള്ളിലാണ്. ഏറ്റവും പുതിയ ഇന്നത്തെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. അതായത് നമുക്കറിയാമല്ലോ, ഈ യഥാർത്ഥത്തിൽ വീണ വിജയൻ അല്ല പ്രതി എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. വീണ വിജയനും കരിമണൽ കർത്തായും തമ്മിൽ ഒരു ബന്ധവുമില്ല. വീണ വിജയന് മാസം കരിമണൽ കർത്താവ് 8 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ ഒരു സാങ്കത്യവുമില്ല. കൊടുക്കാനുള്ള കാരണം എന്താണ്? വീണ തന്നെ പറഞ്ഞു എനിക്ക് കാര്യമൊന്നും അറിയില്ല, അച്ഛൻ വാങ്ങാൻ പറഞ്ഞു, ഞാൻ വാങ്ങി, ഇത്രയേ ഉള്ളൂ. അച്ഛൻ വാങ്ങാൻ പറഞ്ഞു, ഞാൻ വാങ്ങി. എന്തിനാ അച്ഛൻ വാങ്ങാൻ പറഞ്ഞത്? കാരണം കരിമണൽ കർത്തായുടെ ഈ പറയുന്ന തട്ടിപ്പ് കമ്പനിയല്ല, അതായത് ഈ അനധികൃത ഇടപാടുകൾ നടത്തുന്ന, പരിസ്ഥിതിക്ക് കനത്ത വിനാശം ഉണ്ടാക്കുന്ന ഈ കമ്പനി നടത്തണമെങ്കിൽ പിണറായി വിജയന്റെ അനുമതി വേണം. പിണറായി വിജയന്റെ അനുമതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പിണറായി വിജയന് കോഴപ്പണം കൊടുക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് കരിമണൽ കർത്താ തന്നെ പറഞ്ഞതാണ്. കരിമണൽ കർത്തായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പറയുന്ന CMRL കമ്പനിയിലെ പ്രമുഖ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞതാണ്. കാരണഭൂതനും ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും പ്രതിപക്ഷത്തുള്ളവർക്കും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ ഉൾപ്പെടെ ഞങ്ങൾക്ക് കോഴപ്പണം കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് കമ്പനി നടത്താൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ കോഴപ്പണം കൊടുത്തത് ഈ പറയുന്ന എന്താ പറയാ, ഭരണം കൈയാളുന്ന, ഭരണത്തിന്റെ നേതൃത്വം നൽകുന്ന ആൾക്കാണ് എന്നുകൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പഴയ കഥകളൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും വീണ കുടുങ്ങി, കാരണഭൂതവും കുടുങ്ങി. ഇക്കാര്യം നമുക്ക് നേരത്തെ അറിയാം. മൂന്നാമത്തെ ആളും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ റിയാസ് മരുമോൻ എന്ന് പറയുന്ന മുൻ PWD മന്ത്രി, പൊതുമരാമത്ത് മന്ത്രിയും ഇതാ EDയുടെ പിടിയിലാകുന്നു. എന്ന് പറഞ്ഞാൽ വീണ ഈ പണമത്രയും റിയാസിന് കൈമാറി. റിയാസിന്റെ സുഹൃത്തുക്കളുടെ വിവിധ സ്ഥാപനങ്ങളിലാണ് നിക്ഷേപിച്ചത് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED പരിശോധന തുടങ്ങിയത്. നിഖിൽ എന്ന് പറയുന്നത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, DYFIയുടെ മുൻ ഭാരവാഹിയാണ്. ഇയാൾക്ക് നഗരത്തിൽ ഒരു അഡ്വർടൈസിംഗ് ഏജൻസി ഉണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ അഡ്വർടൈസിംഗ് ഏജൻസിയുടെ വളർച്ച ആരുടെയും കണ്ണ് തള്ളിപ്പിക്കുന്നതാണ്. ആ രീതിയിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ റിയാസിന്റെ ഇടപെടലിലൂടെ അനധികൃതമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം സൊലേസ് എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് കമ്പനി, ആ കമ്പനി മുതലാളിയാണ്. ആ കമ്പനിയുടെ മുതലാളിയാണ് റിയാസിന്റെ ഉറ്റ സുഹൃത്തായ നിഖിലിന്റെ ഫ്ലാറ്റില്, നിഖിലിന്റെ വീട്ടില്. അതുകൂടാതെ എന്താ പറയാ, പേരുകൾ ഞാൻ പറയട്ടെ, നന്ദുലാൽ, ഫിജാസ്, ഷൈജാൽ തുടങ്ങി ഇതൊക്കെ റിയാസിന്റെ സുഹൃത്തുക്കളാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു തായ്ക്കണ്ടി കുടുംബം നടത്തുന്ന ഈ ഒരു കൊള്ളയുണ്ടല്ലോ, ഈ കൊള്ള മുതൽ റിയാസിലൂടെയാണ് പോയത്. എന്നിട്ടാണ് ഇവൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നെന്താണ്, ബുധനാഴ്ചകളിൽ സതീശന്റെ പത്രസമ്മേളനം, അതിനി വിഡ്ഢി ദിനമായി അറിയപ്പെടുന്നു. സാധാരണ ഏപ്രിൽ 1 വിഡ്ഢി ദിനം. ഇനി മുതൽ എല്ലാ ബുധനാഴ്ചകളിലും വിഡ്ഢി ദിനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഈ അലമ്പന്റെ, ഈ പോങ്ങന്റെ, ഈ ഒരു വകക്ക് കൊള്ളാത്തോന്റെ ഇടപാടുകളാണ്, ഞെട്ടിപ്പിക്കുന്ന ഇടപാടുകളാണ് ED കയ്യോടെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 3 പേർ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ തായ്ക്കണ്ടി വീണയും, വീണയുടെ അച്ഛൻ പിണറായി വിജയനും, വീണയുടെ രണ്ടാം ഭർത്താവ് മുഹമ്മദ് റിയാസും ഉൾപ്പെടെയായിരിക്കും ജയിലിലേക്ക് പോകുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. ഒരു സംശയം വേണ്ട. കാരണം ഇത് വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത, എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ വീട്ടില് റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ നിന്ന് പിടിച്ചെടുത്ത വീണയുടെ ഡയറി, ആ ഡയറി ED പരിശോധിച്ചപ്പോഴാണ്
ഇവരുടെയൊക്കെ പേരുകൾ കണ്ടത്. വീണയുടെ ഡയറിയിൽ ഈ നിഖിലിന്റെ പേരുണ്ട്, ഫിജാസിന്റെ പേരുണ്ട്, ഷൈജാലിന്റെ പേരുണ്ട്. ഇമാതിരി റിയാസിന്റെ ഇമാതിരിയുള്ള എല്ലാ അനധികൃത ഇടപാടുകളുടെയും റിയാസിന്റെ ഈ രീതിയിലുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ പേരുകൾ വീണയുടെ ഡയറിയിൽ. എന്തിന് വീണയുടെ ഡയറിയിൽ റിയാസിന്റെ സുഹൃത്തുക്കളുടെ പേരുകൾ? കാരണം അപ്പോഴാണ് ഇഡിക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത്. ഈ പറയുന്ന 2.78 കോടി രൂപ വീണ എവിടെയൊക്കെയാണ് പൂഴ്ത്തിയത്, ആരുടെ സഹായത്താൽ? റിയാസിന്റെ സഹായത്താൽ. നേരത്തെ അറിയാലോ, നേരത്തെ റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. റിയാസ് അതിബുദ്ധിമാനാണ്, കുതന്ത്രങ്ങളുടെ രാജകുമാരനാണ്. കാരണം ഞാൻ റിയാസിന്റെ പഴയ ചരിത്രങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, തൽക്കാലം കടക്കണം. നിങ്ങൾ അറിയണം, വീണ്ടും പറയണം ഇവന്റെ വൃത്തികേടുകൾ. അങ്ങനെയുള്ള ഇവനാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയാണ് ഇവന്റെ ഷോ. അതായത് വി ഡി സതീശനാണ് എന്താ പറയാ, നുണകൾ പറഞ്ഞത് ഇവനാണ് നുണകളുടെ പെരുന്നുണയൻ. ഇവന്റെ അമ്മായിയച്ഛൻ അതിനേക്കാൾ വലിയ നുണയനാണ് നമുക്കറിയാം. 2 കൈകൾ നീട്ടി എന്താ പറഞ്ഞത്? ശുദ്ധം, എന്റെ കൈകൾ ശുദ്ധം മണ്ണാങ്കട്ട ശുദ്ധം. ഭാര്യന്റെ പെൻഷൻ കാശ് കൊണ്ടാണ് മറ്റേ കമ്പനി തുടങ്ങിയത്. എന്തൊക്കെ കണ്ണിന്റെ മുന്നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കുമ്പോ ഇവനെന്താ പറഞ്ഞത്? ഈ പറയുന്ന കാരണബോധം എന്താ പറഞ്ഞത്? ഞാനൊന്നും കണ്ടില്ലേ എന്നാ പറഞ്ഞത്. അവസാനം ഇതൊക്കെ എന്താ പറയാ, ടിവിയിൽ കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അത് രക്ഷാപ്രവർത്തനാണ്, അത് തലമണ്ട അടിച്ച് പൊട്ടിച്ചു എന്നല്ല, ഒരു റോട്ടിലേക്ക് ചാടുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ തല അടിച്ചു പൊട്ടിച്ചതാണ്, അത്രയോളം എന്ന് പറഞ്ഞ കാരണഭൂതം. ഈ പറയുന്ന ഈ അഴുക്കുവെള്ളം കുപ്പിയിലാക്കി നിയമസഭയിൽ കൊണ്ടുവന്നിട്ട് ഈ വെള്ളമാണ് ഞങ്ങളുടെ കുട്ടികളുടെ മേലേക്ക് ചീറ്റിപ്പിച്ചത് എന്ന് പറയുന്ന ഒരന്തവും കുന്തവും ഇല്ലാത്ത പിണറായി വിജയന്റെ മോൾ വീണ വിജയനും മരുമോൻ മുഹമ്മദ് റിയാസും മൂന്ന് പേരും ജയിലിലേക്ക് പോകുമ്പോൾ സഖാക്കന്മാരെ ഒരുങ്ങിയിരുന്നോ മുദ്രാവാക്യം വിളിക്കാൻ? അങ്ങനെയാണല്ലോ നിങ്ങൾ സാധാരണ മുദ്രാവാക്യം വിളിക്കാറുണ്ടല്ലോ. ഞങ്ങളുണ്ട് പിന്നാലെ കള്ളന്മാരെ കൊള്ളക്കാരെ ഞങ്ങളുണ്ട് പിന്നാലെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചോ. ഉളുപ്പില്ലാത്ത ആ കുട്ടി സഖാക്കൾ ഉണ്ടല്ലോ, ദയവായി നിങ്ങൾ ആ കുട്ടികളെ കൂടെ കൂട്ടരുത് കേട്ടോ. കഴിഞ്ഞ 3-4 ദിവസമായി നിങ്ങൾ കുറച്ച് കുട്ടി സഖാക്കൾ എന്നും പറഞ്ഞു കണ്ട് ഇവന്മാരുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു. വേണ്ട കുട്ടികളെ പിടിച്ച് കളിക്കണ്ട റിയാസേ കേട്ടോ. കുട്ടികൾക്ക് നിങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങൾ പെരുങ്കള്ളന്മാരാണ്. ഇതാണ് ഈ കുട്ടികളെ നിങ്ങൾ വഴിതെറ്റിക്കരുത് കേട്ടോ. കേരളത്തിന്റെ ഏറ്റവും അപമാനം 10 വർഷം ഭരിച്ചിട്ട് അമ്മയച്ഛനും മരുമോനും മോളും കൂടി നടത്തിയ കൊള്ള. ഇപ്പൊ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറയാണല്ലോ, ഞങ്ങൾ കൂടെയുണ്ട്, ഈ കള്ളന്മാരുടെ കൂടെ ഞങ്ങളുണ്ട്. തള്ളി പറയണം ഇമാതിരി കള്ളക്കൂട്ടങ്ങളെ. മെഹബൂബിന്റെ ഏറ്റവും വന്ന പ്രസ്താവനയാണ് നിഖിൽ എന്ന് പറയുന്ന ഈ പറയുന്ന ഇ ഡി റെയ്ഡ് നടത്തിയ ഞങ്ങൾ കൂടെയുണ്ട്. പോയി നേരത്തെ പിണറായി വിജയന്റെ വീട്ടിന്റെ മുന്നിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചില്ലേ, അതേപോലെ വന്ന് ആക്രമിക്കണോ? ധൈര്യം ഉണ്ടെങ്കിൽ ആക്രമിക്കണോ? ഞങ്ങൾ കൂടെ ഉണ്ട് അത്ര, ഈ കള്ളന്മാരുടെ കൂടെ. ജനങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നിങ്ങൾ കള്ളന്മാരുടെ കൂടിയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയടോ. അതാണ് നിങ്ങളെ മൂലക്കിരുത്തിയത്. ഇപ്പോഴല്ലേ നിങ്ങൾ ഈ കുട്ടികളെയും കൊണ്ടിട്ട്, കുട്ടി സഖാക്കളെയും കൊണ്ടിട്ട് നിങ്ങൾ വീണ്ടും തെരുവിലിറങ്ങിയത്. വേണ്ട മെഹബൂബേ, വേണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ കൂടെ ഉളുപ്പ്. ഈ പറയുന്ന നിഖിലും കൂട്ടരും ഈ പറയുന്ന റിയാസിന്റെ സുഹൃത്തുക്കളായ 8 പേരും ഇവരുടെ വീടുകളിലും ഫ്ലാറ്റുകളിലൊക്കെ ഇ ഡി റെയ്ഡ് നടത്തുമ്പോൾ ഉളുപ്പില്ലാതെ വന്ന് പറയാനുള്ളൂ ഞങ്ങൾ കൂടേണ്ടത്, ഞങ്ങൾ എല്ലാ വെട്ടിപ്പിനും തട്ടിപ്പിനും കൂടണ്ട് എന്ന് പറയുന്ന ഈ CPM എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടല്ലോ, എങ്ങനെ തോന്നുന്നു ഇതിന്റെ കൂടെ നിൽക്കാൻ? അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നതാണ്. ഇപ്പൊ മെഹബൂബിലൊക്കെ കൂടെ നിന്നിട്ട് കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിഖിലിനോ ഇമാതിരിയുടെ ആൾക്കാർക്കൊക്കെ കൂടെ നിന്നുകൊണ്ട് ഇവർക്ക് തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്താനുള്ള ചാൻസ് ഉണ്ടാവാം. ഈ പറയുന്ന അന്തംഗമ്മികൾ എന്തിനും ഇൻഗ്ലാബും വിളിച്ചുകൊണ്ട് കിടക്കുന്നില്ലേ? ഇനിയും കുറെ എണ്ണം കിടക്കുന്നുണ്ടല്ലോ. നേരത്തെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ടി പോയിട്ട് നിങ്ങൾ എന്നാണ് ഇനി പഠിക്കുക? ഏതായാലും ഇ ഡി ഇതാ കുറ്റപത്രം നൽകാൻ വേണ്ടി പോവുകയാണ്. കുറ്റപത്രം നൽകുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ പറയുന്ന ഈ ഒരു റെയ്ഡ് നടത്തിയത്. നേരത്തെ റെയ്ഡ് നടത്തിയപ്പോൾ ഈ ഡയറി കിട്ടിയിരുന്നു. അപ്പോഴാണ് വീണയുടെ 3-ാം കമ്പനി എന്താണ് ഒരു ലേക്ക് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയിലും വീണക്ക് ഷെയർ ഉണ്ട് അത്രേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചില ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചത്. വീണയുടെ സ്ഥലം കണ്ടുകെട്ടാൻ വേണ്ടി പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നതാണ്. അപ്പോഴാണ് ചിലർ പറഞ്ഞത് അതാ ഈ കേസ് വീണ്ടും ഇത് അടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇത് BJP നേതൃത്വം ഇതെന്ത് ചെയ്യുന്നു, ഇതുമായി മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ ഇതാ
ഇന്നത്തെ റെയ്ഡോടെ എല്ലാം വ്യക്തമാവുകയാണ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് തോന്നുന്നു വിശാല സമ്മേളനം ഉണ്ടല്ലോ, വിശാല സമ്മേളനം അടുത്ത മാസം നടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ കാരണഭൂതവും കാരണഭൂതത്തിന്റെ മോളും കാരണഭൂതത്തിന്റെ മരുമോനും 3 പേര് ഒരുമിച്ച് ജയിലിലേക്ക് പോകാൻ വേണ്ടി പോകുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് ഈ ED റെയ്ഡ് എന്ന് മാത്രം ഞാൻ പറയട്ടെ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.